സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മി അമ്മായിമാരെ ചാക്കിടുന്നതിനായും കൺമണിയെ ഉപദ്രവിക്കുന്നതിനുമായി പറഞ്ഞുവെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാമെന്ന് അമ്മായിമാര് പറയാണ്. ഇത് കേട്ട് നിന്ന് ഗോകുലാണെങ്കിൽ ധനലക്ഷ്മി അമ്മായിമാരെ എങ്ങനെയെങ്കിലും ഇപ്പോൾ കൺമണിയുടെ കൂടെ അമ്മായിമാര് നിൽക്കുന്നത് തുടരണം, ഒരിക്കലും ധനലക്ഷ്മിയുടെ ചാക്കിടലിൽ അവർ വീഴരുതെന്ന് തീരുമാനിച്ച് കൺമണി അലിഗയിലെ ചീഫ് ഡിസൈനറായ കാര്യം അവരോട് പറയാണ്. ഇത് കേട്ട് അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ഞങ്ങൾ കേട്ട കാര്യം ശരിയാണോടാ, കൺമണിയും കൃഷി സാറും പ്രേമമാണോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഗോകുല് അവർ തമ്മിൽ പ്രേമമൊന്നുമില്ല, എന്നാൽ പിന്നെ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണ് കേട്ടോ സുലോചന ഗോകുലിനോട്. ഇതേ സമയം കൺമണി ഫോൺ എടുക്കാത്തത് കൊണ്ട് കൃഷി എന്തുകൊണ്ടാണ് അവൾ എടുക്കാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃഷി വരികയാണ് അവിടേക്ക്. കൃഷ്ണനെ കണ്ട അമ്മായിമാരാണെങ്കിൽ സന്തോഷിക്കുന്നുണ്ട്. കൃഷി അമ്മായിമാരോട് ഞാൻ കൺമണിയെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അമ്മായിമാര് കൺമണിക്കരികിലേക്ക് വരികയാണ്. അലിഗയിലെ ചീഫ് ഡിസൈനറെ കൊണ്ടുപോകാൻ MD നേരിട്ട് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണനോടായിട്ട് അമ്മായിമാര്. ഇത് കേട്ട് ഞെട്ടാണ് കൺമണി. അത് കേട്ട് കൃഷിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ കൺമണി. അമ്മായിമാരോട് കൺമണിയെ ഞാൻ കൊണ്ടുപോകാമെന്നും പറയുന്നുണ്ട് കൃഷി. ഇത് കേട്ട് അവർക്ക് ആകെ സന്തോഷമാവാണ്. ഇതൊക്കെ കണ്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് അവിടെ ഒരാൾ നിന്നിരുന്നു. മറ്റാരും അല്ല, ധനലക്ഷ്മി. കൺമണിയെ കൊണ്ടുപോയതിന് ശേഷം ധനലക്ഷ്മി വേഗം തന്നെ അമ്മായിമാരുടെ അടുത്തേക്ക് ചെല്ലാണ്. ധനലക്ഷ്മി ആണെങ്കിൽ അമ്മായിമാരോട് കയർത്തിട്ട് കൺമണി അയാൾ ചതിക്കും, അതിനും നിങ്ങൾ കൂട്ടു നിൽക്കുകയാണല്ലേ, അയാൾ അവളെ നശിപ്പിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ട് അമ്മായിമാര് ശരിക്കും പേടിക്കുന്നുണ്ട്. ഇവൾ എന്ത് വൃത്തികേടായി പറയുന്നത്, അറാൻ പറ്റുന്ന വാക്കുകളാണല്ലോ ഇവൾ പറയുന്നതെന്നും പറയുന്നുണ്ട് ധനലക്ഷ്മി. അങ്ങനെ ധനലക്ഷ്മി പോയി കഴിഞ്ഞ ശേഷം കൺമണിയും കൃഷ്ണൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കാറ് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ തമ്മിൽ പൊരിഞ്ഞ വാക്ക് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതേ സമയം എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റുമ്പോൾ കൃഷി ദേഷ്യത്തോടെ നീ പോയിക്കോ തിരിച്ചു വീട്ടിലേക്ക് എന്ന് പറയുന്നുണ്ട് കൺമണിയോട്. എന്നിട്ട് കുറച്ച് ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന കാറിനടുത്തേക്ക് നടക്കുമ്പോൾ രണ്ടുപേര് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവര് വടിവാളുമായിട്ട് കൃഷ്ണന്റെ പുറകെ ചെല്ലുകയാണ്. ഇത് കൺമണി കാണുമ്പോൾ അവൾ ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവരാണെങ്കിൽ കൃഷ്ണനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കൺമണി കൃഷ്ണനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണിയുടെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്